സംസ്ഥാന വ്യാപകമായി പല സമരങ്ങൾക്കും തിരുവോണ ദിനം സാക്ഷിയായി. മലപ്പുറത്തും പാലക്കാടും തിരുവനന്തപുരത്തും വിവിധ ആവശ്യങ്ങൾ ഉയർത്തിയുള്ള സമരങ്ങൾ നടന്നു. ആശമാർ നടത്തുന്ന രാപ്പകൽ സമരം 209ാം ദിവസത്തിലാണ്. മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ നിലമ്പൂരിലെ ആദിവാസികളും പട്ടിണി സമരം നടത്തി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിവിധ പ്രതിഷേധ സമരങ്ങളാണ് തിരുവോണ ദിനത്തിൽ അരങ്ങേറിയത്. ആശമാർ നടത്തുന്ന രാപ്പകൽ സമരം 209ാം ദിവസത്തിലെത്തി. സമരപ്പന്തലിന് സമീപത്ത് പൂക്കളമൊരുക്കിയും സമരപ്പന്തൽ പൂക്കളാൽ അലങ്കരിച്ചുമാണ് ആശമാർ തിരുവോണത്തെ വരവേറ്റത്. ഹാപ്പി ഓണം എല്ലാവർക്കും. പക്ഷേ ആശമാരുടെ ജീവിതം ഹാപ്പിയല്ല. സമരം നാളെ 7 മാസം പൂർത്തിയാവുകയാണ്. ഈ ദിവസം പോലും സർക്കാരിന് ഒരു പരിഗണന ഇല്ല എന്നുള്ളതാണ് വസ്തുത. വളരെ നിസ്സാരമായ മിനിമം കൂലിയാണ് ആവശ്യപ്പെടുന്നത്. ചാണ്ടി ഉമ്മൻ MLA നേതൃത്വത്തിൽ ആശമാർക്ക് ഓണസദ്യ ഒരുക്കി. പുന്നമടക്കായലിൽ വീണേ കുഞ്ചിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിന് സ്ഥലം നൽകിയിട്ട് പണം ലഭിക്കാത്തവരും നേമം സഹകരണ ബാങ്കിലെ നിക്ഷേപ കൂട്ടായ്മയും KSRTC പെൻഷൻകാരും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തി. കർഷക കോൺഗ്രസിന്റെ ക്ലബ് ഹൗസ് മാർച്ച് നടക്കുന്നതിനിടയിലേക്കാണ് അപ്രതീക്ഷിതമായി DGP എത്തിയത്. സർക്കാർ സംഭരിച്ച നെല്ലിന്റെ വില നൽകാത്തതിൽ പ്രതിഷേധിച്ചിട്ടുള്ള പട്ടിണി സമരത്തിന്റെ ഭാഗമായാണ് കർഷക കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തിയത്. കോൺഗ്രസ് നേതാവ് MM ഹസൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ നിലമ്പൂരിലെ ആദിവാസികൾ പട്ടിണി സമരം നടത്തി. സർക്കാർ പ്രഖ്യാപിച്ച ഭൂമി ആവശ്യപ്പെട്ട് മാസങ്ങളായി ഇവർ ഇവിടെ സമരത്തിലാണ്. പാലക്കാട് നെന്മാറ ഒലിപ്പാറ റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് അയിലൂർ പഞ്ചായത്ത് UDF അംഗങ്ങൾ പട്ടിണി സമരം നടത്തിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 തിരുവനന്തപുരം.